വയസ്സുകാരിയായ കല്യാണിയാണ് ഇപ്പോൾ എല്ലാവരുടെയും നോവായി മാറിയിരിക്കുന്നത്. സ്വന്തം അമ്മ തന്നെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3 വയസ്സുകാരി. അവളുടെ കളിയും ചിരിയും ഒക്കെ ആ അമ്മയ്ക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മറക്കാൻ കഴിഞ്ഞ് അവളെ മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിഞ്ഞത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ആ കുഞ്ഞു മുങ്ങി താഴുമ്പോഴും അമ്മേ അമ്മേ എന്നായിരിക്കില്ലേ വിളിച്ചത്. ആ വിളി പോലും കേൾക്കാൻ നിൽക്കാതെ അവളെ വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ് ഈ സന്ധ്യ എന്ന് പറയുന്ന അമ്മ. അതായത് കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം പിന്നീട് അതിനെ റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കുഞ്ഞിനെ വലിച്ചെറിയുന്ന ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം കാണാനില്ല എന്നാണ് പറഞ്ഞത്, പിന്നീടാണ് മനസ്സിലാകുന്നത് ഇതിൻ്റെ പിന്നിൽ അമ്മയാണെന്ന്. അച്ഛൻ്റെയൊക്കെ സങ്കടം കാണുമ്പോൾ എൻ്റെ കുഞ്ഞാണ് മരിച്ചു കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അച്ഛൻ്റെ കരച്ചിലൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് ഈ സന്ധ്യ ഈ കുഞ്ഞിനെ കൊന്നത് എന്നതാണ് ചോദ്യം. ഇവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. മാനസിക പ്രശ്നങ്ങൾ ഉള്ള ഒരു അമ്മ ഈ കറക്റ്റ് ഈ കുഞ്ഞ് മരിക്കും എന്നറിയുന്ന സ്ഥലത്ത് തന്നെ ഇതിനെങ്ങനെയാണ് കൊണ്ടുവിടാൻ അല്ലെങ്കിൽ കൊണ്ട് തള്ളാൻ കഴിഞ്ഞു എന്നൊക്കെ ഉള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇപ്പോൾ എന്ത് ക്രൂരത കാണിച്ചാലും അവസാനം പറയുന്ന പേര് മാനസിക രോഗി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും അതിൻ്റെ കാരണം പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവാങ്കുളത്ത് മകളെ കൊലപ്പെടുത്തിയത് അമ്മ തന്നെ. ഈ കേസിൽ അമ്മയ്ക്ക് മാത്രമേ പങ്കുള്ളൂ എന്ന നിഗമനത്തിലാണ് പോലീസ്. മകളെ പുഴയിൽ എറിഞ്ഞത് താൻ തന്നെയാണെന്ന് അമ്മ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അതിനിടെ സന്ധ്യയ്ക്ക് മാനസിക ബുദ്ധിമുട്ടില്ലായിരുന്നുവെന്ന് അമ്മ അല്ലി പ്രതികരിക്കുകയും ചെയ്തു. സന്ധ്യയെ ഭർത്താവ് സുഭാഷ് തല്ലുമായിരുന്നു എന്നാണ് സന്ധ്യയുടെ അമ്മ അല്ലി പറയുന്നത്. ഭർത്താവ് തല്ലുമ്പോൾ സന്ധ്യ എടുത്തു ചാടി എന്തെങ്കിലും പറയും, പിന്നാലെ അവളെ ഭർത്താവ് കരണത്തടിക്കും. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത കുട്ടി ഉൾപ്പെടെ 2 കുട്ടികളാണ് സന്ധ്യയ്ക്കുള്ളത്. സന്ധ്യ നോർമൽ ആണോ എന്നറിയാൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് സുഭാഷിന്റെ അമ്മയും അയൽക്കാരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ദേഷ്യം വരുമ്പോൾ സന്ധ്യയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന സംശയം അവർക്കുണ്ടായിരുന്നു. പിന്നാലെയാണ് സർട്ടിഫിക്കറ്റ് ചോദിച്ചത്. എന്നാൽ ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ വിട്ടോ എന്ന ഡോക്ടർ പറഞ്ഞതാണെന്നും ലില്ലി പറയുന്നു. ഇതോടെ സന്ധ്യയ്ക്ക് അമിത ദേഷ്യത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന സൂചന. എന്തായാലും അമ്മയ്ക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിരിക്കുകയാണ് പോലീസ്. സന്ധ്യയ്ക്ക് ഇത്തിരി ബുദ്ധിക്കുറവുണ്ട് എന്ന് അമ്മ പറയുന്നു. പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും, അത് അധ്യാപകർ പറയുമായിരുന്നത്രേ. കുട്ടിയെ കാണാനില്ല എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ തന്നെ കള്ളത്തരമാണെന്ന് മനസ്സിലായിരുന്നു. കുട്ടിയെ എന്തോ അവൾ ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അത്തരം എടുത്തുചാട്ടങ്ങളുണ്ട്, എന്നാലും കൊല ചെയ്യുമെന്ന് കരുതിയില്ല. കല്യാണിയെ കണ്ട് കൊതി മാറിയിട്ടില്ല എന്നാണ് അല്ലി പറയുന്നത്. സന്ധ്യയുടെ സുഭാഷിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. സന്ധ്യയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. വീട്ടുകാർ ആരും കൂടെ പോയില്ലെന്നും അല്ലി പറഞ്ഞു. മറ്റക്കുഴി പണിക്കരുപടിയിലെ അംഗനവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയ 3 വയസ്സുകാരന്റെ മൃതദേഹം ചൊവ്വാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് കണ്ടെത്തിയത്. അതിനിടെ മൂത്ത കുട്ടിയെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാൻ സന്ധ്യ ശ്രമിച്ചിരുന്നതായും ആരോപണമുണ്ട്. അയൽവാസിയാണ് ഈ മൊഴി നൽകിയത്. മൂഴിക്കുളം പാലത്തിന്റെ 3ാമത്തെ കാലിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞു കിടക്കുകയായിരുന്നു കുട്ടിയുടെ മൃതദേഹം. തിരച്ചിൽ തുടങ്ങി 3 മണിക്കൂറിനുള്ളിലാണ് കുഞ്ഞുണ്ണിക്കര UK സ്കൂബ ടീം മൃതദേഹം കണ്ടെത്തിയത്. മറ്റക്കുഴി കീഴ്പിള്ളിയിൽ സുഭാഷിന്റെ മകൾ കല്യാണിയാണ് തിങ്കളാഴ്ച വൈകിട്ട് കാണാതായത്. വൈകിട്ട് 3:30ഓടെ പണിക്കരുപടിയിലുള്ള അംഗനവാടിയിൽ നിന്ന് അമ്മ കല്യാണിയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അമ്മയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് മൂഴിക്കുളം മേഖലയിൽ കുഞ്ഞിനായി രാത്രി വൈകിയും തിരച്ചിൽ നടന്നിരുന്നു. അമ്മ കുഞ്ഞുമായി മൂഴിക്കുളത്തിനടുത്ത് ബസ് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അമ്മ പരസ്പര വിരുദ്ധമായാണ് ആദ്യം പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. മൂഴിക്കുളം പാലത്തിന് സമീപം കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന് ഇവർ പറഞ്ഞു. അഗ്നിരക്ഷാസേനയും പ്രദേശവാസികളും പാലത്തിന് സമീപം പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കുഞ്ഞിനെയും കൂട്ടി സന്ധ്യ മടങ്ങിയെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ അന്വേഷണം തുടങ്ങിയത്. 7 മണിയോടെ സന്ധ്യയെ ഓട്ടോറിക്ഷയിൽ കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലെത്തിയെങ്കിലും കൂടെ കുട്ടി ഉണ്ടായിരുന്നില്ല. ചെമ്മങ്ങനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ സന്ധ്യ. എന്നാൽ ഭർത്തൃ വീട്ടിൽ യുവതിക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുണ്ട്. കുഞ്ഞിന്റെ മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൂഴിക്കുളം മേഖലയിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയും തിരച്ചിൽ നടന്നിരുന്നു. ഈ ഭാഗത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തിയത്. മൂഴിക്കുളം പാലത്തിന്റെ 3ാമത്തെ കാലിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞു കിടക്കുകയായിരുന്നു കുട്ടിയുടെ മൃതദേഹം. കുട്ടി ഉപേക്ഷിച്ച ശേഷം അമ്മ തനിയെ ഓട്ടോറിക്ഷയിൽ കിഴക്കേ കുറുമശ്ശേരിയിലുള്ള വീട്ടിലേക്ക് പോയതാണ് പോലീസിന്റെ കണ്ടെത്തൽ. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പുഴയുടെ ഭാഗത്ത്
കുട്ടിയെ ഉപേക്ഷിച്ചതായി അമ്മ പറഞ്ഞിരുന്നു. കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ മറ്റാർക്കും പങ്കില്ല എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ഇവർക്ക് അമിതമായ ദേഷ്യമുണ്ട്. അങ്ങനെ ദേഷ്യമുണ്ടാകുമ്പോൾ ഇവർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയില്ല എന്നാണ് ഈ സന്ധ്യയുടെ തന്നെ അമ്മ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ അല്ലെങ്കിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഭർത്താവിൻ്റെ വീട്ടുകാർ ഉപദ്രവിക്കുമായിരുന്നുവെന്നും ഭർത്താവ് സുഭാഷ് ഉപദ്രവിക്കുമായിരുന്നുവെന്നും ഏറ്റവും ഗൗരവമുള്ള കാര്യം ഇവർ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഇതിനു മുൻപും ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ്. മൂത്ത കുട്ടിക്ക് പിന്നെ ഐസ്ക്രീമിൽ വിഷം നൽകി അതിനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ള നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ സ്വയം മരിക്കാൻ ഇവർ തയ്യാറല്ല, പക്ഷെ 2 കുഞ്ഞുങ്ങളെയും ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് ഈ അച്ഛന് സുഭാഷിന് 2 മക്കളെന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കരമായ ഇഷ്ടമാണ്. അപ്പോൾ ഈ സുഭാഷിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ സുഭാഷിനെ തകർക്കാൻ പറ്റുന്നത് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ സുഭാഷിനെ തകർക്കാൻ കഴിയൂ എന്നുള്ള സന്ധ്യയുടെ അമിതമായ തോന്നലാണോ ഇതിലേക്ക് നയിച്ചത്? കാരണം സന്ധ്യ പലപ്പോഴും പെരുമാറുന്ന രീതിയും പലപ്പോഴും പറയുന്ന കാര്യങ്ങളുമൊക്കെ പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സുഭാഷിൻ്റെ വീട്ടുകാർ എന്തെങ്കിലും രോഗമുണ്ടോ, എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പലതവണ സന്ധ്യയുടെ വീട്ടിൽ ചോദിച്ചിരുന്നു. അപ്പോഴൊന്നും പ്രശ്നങ്ങളില്ല, ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത്. അപ്പോൾ മനഃപൂർവ്വം ഇവർ കരുതിക്കൂട്ടി തന്നെയാണ് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. ഇനി എന്തിനാണ് ഇല്ലാതാക്കിയത്? ഇപ്പോൾ കാമുകന്മാരുടെ ഒപ്പം ഒളിച്ചോടി പോകാനായി കുഞ്ഞുങ്ങൾ ഒരു തടസ്സമാകുമ്പോൾ പല അമ്മമാരും കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് നമ്മൾ പലപ്പോഴും അത് വാർത്തകളായിട്ടുണ്ട്. അതായത് കടലിലെറിഞ്ഞു കൊല്ലുന്നത്, മക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്, വളരെ ക്രൂരമായി കുഞ്ഞുങ്ങളെ കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ സന്ധ്യയ്ക്കുണ്ട് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതിൽ സന്ധ്യ മാത്രമാണ് കൊലയാളി എന്നുള്ളതാണ്. അതായത് ഇപ്പോഴും അവർ പറയുന്നില്ല കുഞ്ഞിനെ വെള്ളത്തിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്നില്ല, പാലത്തിനടുത്തിരുത്തിയിട്ട് പോയി എന്നാണ് പറയുന്നത്. കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവർ മാത്രമാണോ ഈ കേസിലെ പ്രതിയായുള്ളത്, അതോ മറ്റാരെങ്കിലും ഈ കേസിൽ ഇവർക്കൊപ്പം ഉണ്ടായിട്ടുണ്ടോ? ഈ ഭർത്തൃ വീട്ടിലെ ഈ പ്രശ്നങ്ങൾ മാത്രമാണോ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാനായി ഇവരെ പ്രേരിപ്പിച്ചത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. കാരണം വ്യക്തമായ കാരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരം ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നേരത്തെ ദിവ്യ ജോണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പിന്നീട് ജീവൻ ഒടുക്കി. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപേ ആ പെൺകുട്ടി ജീവൻ ഒടുക്കിയതാണ്. സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി. അവർ ഈ പ്രസവശേഷമുണ്ടായ ഡിപ്രഷൻ അവർ ചെയ്തു പോയതാണ് എന്ന് പിന്നീട് മനസ്സിലായതാണ്, ഇത്തരം ഡിപ്രഷൻ. പക്ഷെ ഇത് കല്യാണം കഴിഞ്ഞ് 13 വർഷമായി. കുഞ്ഞിന് 3 വയസ്സുകാരിയാണ് മകൾ. ഈ 3 വയസ്സായിട്ടും ഇവരുടെ ഡിപ്രഷനോ പ്രശ്നങ്ങളോ മാറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇനി അവരുടെ മാനസിക നില അത് പരിശോധിക്കണം. ഈ അഫാൻ്റെയൊക്കെ ഈ 6 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ അഫാനിനൊക്കെ മാനസിക പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, അവർ പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നങ്ങളുമില്ല എന്ന്. അതുപോലെ തന്നെ ഇവർക്കും ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അതായത് പുറത്ത് വരാൻ ഉള്ള ഇനിയും കണ്ടെത്താനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുകയാണ്. നിലവിൽ സന്ധ്യ മാത്രമാണ് പ്രതി എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്.